കരുണയുടെ അവസാന നാളുകൾ 14. മുന്നറിയിപ്പിൻ്റെ ദിനങ്ങൾക്ക് മുൻപായി ദൈവകരുണയുടെ ദുരിതകാലം. മനുഷ്യകുലത്തോടുള്ള എൻ്റെ കരുണ എൻ്റെ എല്ലാ മക്കളിലേക്കും അയക്കപ്പെടുന്നു. തീരെ ചെറിയ കുഞ്ഞുങ്ങളും രോഗികളും ഒഴികെ മറ്റെല്ലാവർക്കും എൻ്റെ കരുണയുടെ സ്പർശനം ഞാൻ അനുവദിക്കും. മുന്നറിയിപ്പിന് മുൻപായി ലോകത്തിന് മേൽ എൻ്റെ കരുണയുടെ പ്രവൃത്തി പതിക്കാൻ ഞാൻ അനുവദിക്കും. ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കേണ്ടിയിരിക്കുന്നു. എന്നെയോ പിശാചിനെയോ ആരെയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ എൻ്റെ മക്കൾക്ക് ഞാൻ സ്വാതന്ത്ര്യം അഥവാ സ്വന്തമായ ഇച്ഛ നൽകുന്നു. കരുണയുടെ പ്രവൃത്തി സകല മനുഷ്യരുടെ മേലും പതിക്കും. ആരും ഒഴിവാക്കപ്പെടുകയില്ല. ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും എന്നല്ല മറ്റാർക്കും തന്നെ ഈ കരുണയുടെ പീഡയ്ക്ക് പ്രതിവിധി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്തായിരിക്കും ആ പീഡ എന്നത് നിങ്ങൾക്കിപ്പോൾ വിശദീകരിച്ച് നൽകപ്പെടില്ല. അതൊരു അതിസ്വാഭാവിക പ്രതിഭാസമായിരിക്കും. അനേകർ അപ്പോൾ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കും. കരുണയുടെ പീഡയ്ക്ക് ഒരു പ്രതിവിധിയും ഉണ്ടാകില്ല. അതിനെ എടുത്തു മാറ്റാനും കഴിയില്ല. സമയം വൈകുന്നതിന് മുൻപേ മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം കൂടി മനുഷ്യകുലത്തിന് നൽകാൻ വേണ്ടി നിങ്ങളുടെ യേശുവായ ഞാൻ തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ അനുവാദത്തോടെ കരുണയുടെ ഈ പ്രവൃത്തി അയക്കുന്നത്. അത് മുന്നറിയിപ്പിന് മുൻപ് ആരംഭിക്കുകയും മുന്നറിയിപ്പിന് ശേഷം ത്വരിതപ്പെടുകയും ചെയ്യും. കരുണയുടെ പീഡ സംഭവിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓരോ മനുഷ്യരും ഒരിക്കലും ഭേദമാക്കാൻ വയ്യാത്ത ഒരു രോഗത്തിൻ്റെ രൂപത്തിൽ അവരുടെ പാപങ്ങളുടെ അനന്തരഫലം അനുഭവിക്കും. എൻ്റെ ഭൂമിയിൽ അങ്ങേയറ്റം ഹീനവും ക്രൂരവുമായ പാപങ്ങൾ ചെയ്യുന്നവർ അങ്ങേയറ്റം അനുഭവിക്കും. അവർ മറ്റാരുമല്ല, എൻ്റെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ. കുഞ്ഞുങ്ങളുടെ ജീവനും ഭാവിയും നശിപ്പിക്കുന്നവർ, മറ്റുള്ളവർക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെ തിന്മകൾ ചെയ്യുന്നവരാണവർ. എൻ്റെ കരുണയുടെ പ്രവൃത്തി ഒരു ചെറിയ തടിപ്പോ കുരുവോ പോലെ ആയിരിക്കും ആരംഭിക്കുക. അത് പിന്നെ ഒരു വ്രണമായി മാറും. അനേകർക്ക് തങ്ങളുടെ ത്വക്ക് ചീഞ്ഞളിയുന്നതായി അനുഭവപ്പെടും. അവരുടെ ശരീരങ്ങൾ ജീർണിച്ച ശവശരീരങ്ങളുടേതുപോലെ ദുർഗന്ധം വമിക്കും. ആ ദുർഗന്ധം അത്രമേൽ അസഹനീയമാകിയാൽ അവർ തങ്ങളെ തന്നെ ഒളിപ്പിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നവർ ചോദിക്കും. അനേകർ തങ്ങളുടെ ജീവിതം സ്വയം അവസാനിപ്പിക്കും. ശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ അന്തരീക്ഷവായു അസഹനീയമാകും. അനേകർ ചോദിക്കും, എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എൻ്റെ മക്കൾക്ക് നിത്യമരണത്തിൻ്റെ ഒരു നിമിഷം അനുഭവിക്കാൻ അവസരം കൊടുക്കേണ്ടതിന് ഇത് സംഭവിച്ചേ തീരൂ. ലൂസിഫറിൻ്റെ തിന്മ കൂടുതൽ വ്യാപിക്കുന്നതിൽ നിന്നും ഞാൻ സൃഷ്ടിച്ചവയെ നശിപ്പിക്കുന്നതിൽ നിന്നും അവരെ തടയാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്യുന്നത്. അനേകർ നരകത്തിലെ നിത്യശിക്ഷയെ ആശ്ലേഷിക്കുകയും തങ്ങളുടെ ദുരിതത്തിന് എന്നെ ശപിക്കുകയും ചെയ്യും. ഈ അനുഭവം മനുഷ്യവംശത്തെ തങ്ങളുടെ മുട്ടിന്മേൽ വീഴിക്കും. അവർ ഉത്തരമന്വേഷിക്കും, എന്നാൽ കേൾക്കാനും സത്യം അംഗീകരിക്കാനും അവർ വിസമ്മതിക്കും. അവരുടെ പീഡനം അസഹനീയമായിരിക്കും. മരണത്തിനു ശേഷമുള്ള നിത്യസഹനത്തിൻ്റെ ഒരു രുചി മനുഷ്യകുലത്തിന് ലഭിക്കും. എൻ്റെ മക്കൾ സഹിക്കുന്നത് കാണുമ്പോൾ എതിർ ക്രിസ്തു ആഹ്ലാദിക്കും. സാത്താൻ്റെ അനുയായികളായിരിക്കും ഈ പീഡ ആദ്യം അനുഭവിക്കാൻ പോകുന്നത്. അവനെ സ്നേഹിക്കുകയും സത്യത്തിലേക്ക് വരാൻ വിസമ്മതിക്കുകയും അനുതപിക്കാൻ ഒരുക്കമല്ലാതിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ കരുണയുടെ പീഡ ആദ്യം അനുഭവിക്കുന്നത്. ലോകത്തിൽ മുഴുവൻ അരാജകത്വം നടമാടും. അനേകർ സംഭ്രമിക്കുകയും മറ്റുള്ളവരെ ശപിക്കുകയും ചെയ്യും. നരകത്തിൽ നിന്നുള്ള വെറുപ്പും പാപവും ലോകത്തെ മൂടുന്നതനുസരിച്ച് വിനാശവും ആശയക്കുഴപ്പവും വർത്തമാനമാകും. എൻ്റെ കരുണയുടെ പ്രവൃത്തിക്ക് ഒരു മറുമരുന്ന് കണ്ടുപിടിക്കാൻ മനുഷ്യന് കഴിയില്ല. ഞാൻ അവർക്കൊരവസരം കൊടുക്കും. എൻ്റെ മക്കൾക്ക് തന്നെ, അല്ലെങ്കിൽ ലൂസിഫറിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈ അവസരം കൊടുക്കുക തന്നെ വേണം. ആരുടെ പിറകെ പോകണമെന്ന് അവർ തന്നെ തീരുമാനിക്കണം. എൻ്റെ സഭയുടെ മേൽ പിശാച് അവൻ്റെ വെറുപ്പും അത്യാഗ്രഹവും ശക്തിയും വിനാശവും പ്രയോഗിക്കുമ്പോൾ മനുഷ്യർ പരസ്പരം നശിപ്പിക്കുന്നത് ഇനിയും എനിക്ക് അനുവദിക്കാൻ കഴിയില്ല. കരുണയുടെ പീഡയിൽ വേദനിക്കുന്നവരെ സുഖപ്പെടുത്താൻ എന്നിലൂടെ പ്രവർത്തിക്കുന്ന എൻ്റെ പിതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരേ ഒരു പ്രതിവിധി എന്നിലൂടെ സംഭവിക്കുന്ന നിങ്ങളുടെ ഹൃദയ പരിവർത്തനമാണ്. എൻ്റെ നാമം വഹിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ എളിമപ്പെടുത്തുകയും എൻ്റെ മുഖം തേടുകയും തങ്ങളുടെ ദുഷ്ടമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരെ ശ്രവിക്കുകയും അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശത്തെ സുഖപ്പെടുത്തുകയും ചെയ്യും. തങ്ങളുടെ പാപകരമായ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നവർ ഉടൻ തന്നെ സൗഖ്യം പ്രാപിക്കും. അതുകൊണ്ട് നിങ്ങൾ സത്യമായും ആത്മാർത്ഥമായും നിങ്ങളുടെ എല്ലാ പാപങ്ങളെക്കുറിച്ചും അനുതപിക്കുകയും തിന്മയിൽ നിന്ന് വേർപിരിയുകയും ചെയ്യണം. എന്നെ കബളിപ്പിക്കാമെന്ന് കരുതരുത്. നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ഹൃദയ വ്യാപാരങ്ങളും ഞാൻ അറിയുന്നു. ഭൂമിയിലുള്ള എൻ്റെ പരിശുദ്ധരായ പുണ്യാത്മാക്കൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും പ്രാർത്ഥിക്കുകയും എപ്പോഴും എന്നെ തേടുകയും ചെയ്യുന്നവർ തന്നെ.
മാത്രമേ ഒഴിവാക്കപ്പെടുകയുള്ളൂ. സന്ദേശങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കും ചെവി കൊടുക്കുന്നവരും തങ്ങളുടെ പാപകരമായ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുന്നവരും ഒഴിവാക്കപ്പെടും. ആവശ്യത്തിലായിരിക്കുന്ന എൻ്റെ മക്കളെ സഹായിക്കുന്നവരും ദരിദ്രരെ തീറ്റുന്നവരും സുവിശേഷ ഭാഗ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരും ഒഴിവാക്കപ്പെടും. അവർ ഈ പീഡ അനുഭവിക്കേണ്ടി വരികയില്ല. മതമോ വംശമോ വിശ്വാസമോ ഞാൻ കണക്കിലെടുക്കുന്നില്ല. ഞാൻ എൻ്റെ എല്ലാ മക്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അവരുടെ ഹൃദയമാണ്.